കോൺഗ്രസിനെ ഈ രാജ്യത്ത് നിന്ന് നശിപ്പിച്ച് ബി.ജെ.പിക്ക് ബദലാകാൻ നോക്കിയ അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പൂർണ്ണമായും പൂട്ടിക്കെട്ടുകയാണ് ബി.ജെ.പി. ഒരു മാസത്തിലേറെയായി തുടക്കം കുറിച്ച ആ പരിപാടി ഇപ്പോൾ ദില്ലിയിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ആം ആദ്മി പാർട്ടി അവരുടെ ഭരണകാലത്ത് നടത്തിയ 177 രാഷ്ട്രീയ നിയമനങ്ങൾ ഒറ്റയടിക്ക് റദ്ദ് ചെയ്തിരിക്കുകയാണ് ഡൽഹിയിലെ ബി.ജെ.പി. സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് ഔദ്യോഗികമായ ഉത്തരവിലൂടെ സർക്കാരിൻ്റെ ഈ നടപടി പ്രഖ്യാപിച്ചത്. നടപടി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൽ മാറ്റമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു. കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട ബോർഡുകൾ, കമ്മിറ്റികൾ, അക്കാദമികൾ എന്നിവയിലെ കൂടുതൽ പേരെ ഈ ഉത്തരവ് ലക്ഷ്യമിടുന്നുണ്ട്. അവരെയും കസേര തെറിപ്പിക്കാനുള്ള എല്ലാ നീക്കവും ബി.ജെ.പി. ആരംഭിച്ചു കഴിഞ്ഞു. ഭരണപരമായ യോഗ്യതയ്ക്ക് പകരം രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി നടത്തിയ മുഴുവൻ നിയമങ്ങളും ഇങ്ങനെ റദ്ദ് ചെയ്യുന്നതാണ് ഡൽഹി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവനുസരിച്ച് നിലവിലുള്ളതും മുൻ ആം ആദ്മി MLA-മാരുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളെയാണ് ഇത് ഏറെയധികം ബാധിക്കുക. കൂടാതെ ഡൽഹി ജലവിഭവ ബോർഡ്, ഹജ്ജ് കമ്മിറ്റി, മറ്റു ഭാഷാ അക്കാദമികൾ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉയർന്ന സ്ഥാനങ്ങളിലുള്ള മുതിർന്ന പാർട്ടി നേതാക്കളെയും എല്ലാം ഈ ഉത്തരവ് ബാധിക്കും. എല്ലാവരെയും പുറത്താക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ആം ആദ്മി സർക്കാർ നിയമിച്ച ചെയർപേഴ്സൺമാരും അംഗങ്ങളും ഉൾപ്പെടെയുള്ള നിയമനങ്ങളുടെ വിശദമായ പട്ടിക തയ്യാറാക്കാൻ ഡൽഹി ചീഫ് സെക്രട്ടറി ധർമ്മേന്ദ്ര എല്ലാ വകുപ്പ് മേധാവികളോടും കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ നടപടി തുരുതുരെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയായിരുന്നു ആം ആദ്മിയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. ബി.ജെ.പിയെ ഈ രാജ്യത്ത് അങ്ങനെ തകർക്കാൻ കഴിയില്ലെന്നും കോൺഗ്രസിൻ്റെ മതേതര വോട്ടുകളെ പിടിച്ചെടുത്ത് അത് ബി.ജെ.പിക്ക് ബദലായി മാറ്റാനുള്ള ഒരു ലക്ഷ്യമാണ് ആം ആദ്മിയും കെജ്രിവാളും ആദ്യം മുതൽ തന്നെ ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് നമുക്കറിയാം, കോൺഗ്രസ് ഭരിച്ചിരുന്ന ദില്ലി അവർ ആദ്യം പിടിച്ചെടുത്തു. പിന്നീട് അതേ കോൺഗ്രസ് ഭരിച്ചിരുന്ന പഞ്ചാബും ആം ആദ്മി പിടിച്ചെടുത്തു. അവസാനം ദില്ലി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും എടുത്ത് ബി.ജെ.പിക്ക് കൊടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഇനി ആം ആദ്മിക്ക് പലയിടങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്. കോൺഗ്രസിനെ നശിപ്പിച്ച് ഈ രാജ്യം പിടിച്ചെടുക്കാമെന്ന് കരുതിയ അരവിന്ദ് കെജ്രിവാൾ നേരെ പോയത് ജയിലിലേക്കായിരുന്നു. ആ ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യം വരുന്നതിന് മുമ്പ് വരെ കോൺഗ്രസിനെ അവർക്ക് വേണ്ടായിരുന്നു. കോൺഗ്രസിന് ബദലായി അല്ലെങ്കിൽ ബി.ജെ.പിക്ക് ബദലായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം ലക്ഷ്യം കണ്ടൊരു മഹാനാണ് കെജ്രിവാൾ. അവസാനം തട്ടിപ്പ് പിടിച്ചു, ജയിലിലായി. ബി.ജെ.പിയുടെ ഏറാൻ മൂളിയായി ഒരുപാട് മാസങ്ങളോളം വർഷങ്ങളോളം നടന്ന അരവിന്ദ് കെജ്രിവാൾ അവസാനം ഗത്യന്തരമില്ലാതെ ഇന്ത്യ സഖ്യത്തിൽ ചേരുന്ന ഒരവസരവുമുണ്ടായി. ഇന്ത്യ സഖ്യത്തിൽ അവർക്ക് പഞ്ചാബിൽ മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ സഹായം വേണ്ടിയിരുന്നില്ല. എങ്കിൽ ദില്ലിയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ സഹായം തേടി. അങ്ങനെ എവിടെയൊക്കെയോ തങ്ങൾക്ക് ശക്തി കുറഞ്ഞു അവിടെയൊക്കെ കോൺഗ്രസിനെ ഉൾപ്പെടുത്തുകയും അല്ലാത്തിടത്ത് കോൺഗ്രസിനെതിരായി മാറുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ശകുനിയായി അരവിന്ദ് കെജ്രിവാൾ മാറുകയും ഇപ്പോൾ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ആയി മാറുകയും ചെയ്തിരിക്കുന്നത്.